Watch full episodes on Jio Hotstar. താഴോട്ടേക്ക് ചെല്ല്, താഴോട്ടേക്ക് ചെല്ലാൻ. ആഹാ അതെ വാ പോകാം. കൊള്ളാം, കുറച്ചുകൂടെ താഴെ കൂടി ഒന്ന് പറപ്പിക്കേ. ഓഹോ ഹോ ഹോ ഹോ, ഇത് ഐസിനെ പോലെ തന്നെ എന്ത് കട്ടിയാണെന്ന് നോക്കിക്കേ. രക്ഷിക്കണേ. അതെ മോട്ടു, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ, മോട്ടു താൻ എവിടെയാണ്? അതെ മോട്ടു താഴേക്ക് വീണിരിക്കുന്നു. വേഗം താഴേക്ക് പോ. ആ കരടി ഇപ്പോഴും മോട്ടുവിന്റെ പിന്നിൽ തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ ശരിയാക്കി തരാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. എന്താ ഇത്? കണ്ടില്ലേ, എന്റെ പാന്റ് ഊരിക്കൊണ്ട് പോയവൻ. അവന്റെ അവസ്ഥ കണ്ടില്ലേ? അവന്റെ പാന്റ് വരെ ഇവിടെ ഊരിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കുള്ള പാഠം, വേട്ടയാടുന്നത് ഇറ്റ്സ് വേ ഓഫ് ലൈഫ്. ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. രക്ഷപ്പെട്ടു. ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ കിടന്ന് ആടുന്നത്? കാറല്ല, ഞാനിരുന്ന് വിറയ്ക്കുകയാണ്. ശരീരം മുഴുവനും ഐസ് പറ്റി പിടിച്ചത് കണ്ടില്ലേ? അല്ല, ഇതിപ്പോ ഏത് പുതിയ ശല്യമാണ്? സ്റ്റോപ്പ്. എയർ ഹണ്ടർ ആണ്. അവർക്ക് അവരുടെ ഇരയെ കിട്ടിയില്ലെങ്കിൽ മനുഷ്യന്മാരെ കൊള്ളയടിച്ചാണ് അവരുടെ കാര്യങ്ങൾ നടത്തണേ. അവരെന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അത് കൊടുത്തേക്ക്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. എല്ലാവരും താഴെ ഇറങ്ങി. ഹായ് പോൾ, സുഖമാണോ? ഹായ് എന്നോടല്ല, ഇവരോട് പറ. നീ അവരോട് ചോദിക്കേ ഇവരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. എന്നിട്ട് അതൊക്കെ എന്റെ കയ്യിൽ തരാം. അതെ ചേട്ടാ, ഞാനിപ്പോ തന്നെ വല്ലാത്ത ദേഷ്യത്തിലാണ്. ദേഷ്യം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. വീണ്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അതുകൊണ്ട് വഴിമാറി നിക്കടാ. എത്രയും പെട്ടെന്ന് വേണം. തണുപ്പ് സഹിക്കാഞ്ഞിട്ട് ഞാൻ നിന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? അടിക്കാൻ തുടങ്ങിയാ ഞാൻ പിന്നെ നിർത്തില്ല. നിനക്ക് എണ്ണാൻ പോലും പറ്റിയെന്ന് വരില്ല. അപ്പോ താൻ എന്നെ അടിക്കുമെന്നാണ് പറയുന്നതല്ലേ? ഒന്ന് വഴിമാറ്. വെറുതെ വഴക്കുണ്ടാക്കരുതേ. ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. ചാർജ്. എന്റെ അമ്മോ, ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ കോമഡികളുണ്ടോ? ഉണ്ടെങ്കിൽ അതും ചെയ്ത് കാണിക്കേ. എല്ലാം കണ്ട ശേഷം ഞാൻ കൊള്ളയടിച്ചോളാം. അല്ല, താൻ എന്നെ കണക്കില്ലാതെ അടിക്കുമെന്നല്ലേ പറഞ്ഞത്? അതും എണ്ണമില്ലാത്തവണ്ണം. അതും ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് നീ അടിക്കുന്നതെന്ന്. Let's see. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. ലെറ്റ്സ് ഫൈറ്റ്.
നമുക്ക് എത്ര അടി വെച്ചാ കിട്ടിയെന്ന്. എന്നാലൊന്നും പറ്റിയില്ല. ഇക്കാര്യം പുറത്ത് പറയണ്ട. നാട്ടുകാരറിഞ്ഞാൽ നമുക്കാ നാണക്കേട്. വരൂ. ഈ മലയിലാണ് കൊച്ചി ഗ്രാമം ഉള്ളത്. നല്ല സുന്ദരമായ ഗ്രാമമാണ്. വാട്ട് എ ലൊക്കേഷൻ, സൂപ്പർ. അല്ല ഇതെന്താ? അല്ല പുള്ളിക്കാരനെ നമ്മൾ എണീപ്പിച്ചില്ലല്ലോ. അപ്പൊ ഇനിയും ദേഷ്യപ്പെടുന്നോ തോന്നണേ? ചേട്ടാ എന്റെ ചങ്കന്റെ ബ്രോ മോട്ടു, എണീക്ക്, വേഗം എണീക്ക്. നീ ശരിക്കും ഒരു നല്ല ലൊക്കേഷൻ മിസ് ചെയ്യുകയാണ്. എണീക്ക്, വേഗം വേഗം എണീക്ക്. ഇവിടെ ഒരു അടിപൊളി ഗ്രാമമുണ്ട്. എന്ത്? എവിടെയാ എവിടെയാ? കൊള്ളാം. ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എടാ നിന്നെ ഞാൻ. വേണ്ട, എന്നെ മേലാൽ എന്റെ അടുത്ത് ദേഷ്യം കാണിച്ച എന്റെ കുറ്റം അല്ലായിരുന്നത്. നിങ്ങൾ ഇറങ്ങായിരുന്നു, ഞാനത് ചെയ്യാനാ. എനിക്ക് ആ വില്ലേജ് കണ്ടേ പറ്റൂ. കാണൂ, എനിക്ക് കാണൂ. ജഡ്കാ സാറിന്റെ ഗാഡ്ജറ്റ് വേറെ എങ്ങനെ ഉപയോഗിക്കുക? പുറകോട്ട് തിരിഞ്ഞു നോക്കൂ, ആ മലകളുടെ പുറകില് ആ ഗ്രാമമുണ്ട്. അതേ സത്യമാണല്ലോ. എന്ത് മനോഹരമായ വില്ലേജാണിത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഉഗ്രൻ ഉഗ്രൻ. എന്തായത്? രക്ഷിക്കണേ. എന്ത് സാധനമായി വന്ന് വീണത്? മനുഷ്യനായിരുന്നു. ടെഡി, നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്നുള്ളൂ. ഈ ഇരയെ ഞാൻ എങ്ങനെയാണ് വേട്ടയാടാൻ പോകുന്നതെന്ന് കണ്ടോളൂ. അവിടെ ഈ അച്ഛൻ കരടി എന്റെ പുറകെ പോകുന്ന ലക്ഷണമില്ലല്ലോ. സോറി അച്ഛൻ കരടി. പേടിക്കണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. മോട്ടു, ഇതാ ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് നീ ഇട്ടോ. തരൂ. താങ്ക് യു. ഇനിയെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേ. അയ്യോ, എനിക്ക് തല്ലു കൊള്ളണ്ടായേ. അതെ നിൽക്കൂ. നിയമം നിന്നോടൊപ്പം ഉണ്ട്. നീ വെറുതെ പേടിക്കരുത്. ചേട്ടാ എന്റെ ചങ്കന്റെ ബ്രോ, ഇതിന്റെ ബാറ്ററി പോയെന്നാ തോന്നുന്നത്. ഇറക്കുന്നത് കൊണ്ടാ. എനിക്കറിയില്ല ഇനി മോട്ടു സാർ ഇനി എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറണേന്ന്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ തിരിച്ചോടി പോവാ. നീ ഇവിടുന്ന് പോകരുത്. നീ ഇവിടുന്ന് പോയാൽ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങളെ ആരാണ് കൊണ്ടുപോകുക? അപ്പൊ ആരാ തല്ലു വാങ്ങണേ? നീ എന്റെ പ്രൊട്ടക്ഷനിലാണല്ലോ. മാത്രമല്ല ഞങ്ങൾക്ക് നിന്റെ വളരെ അത്യാവശ്യമുണ്ട്. സിംഗത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. മോട്ടു, നീ ഇവനെ ഒന്നും ചെയ്യരുത്, ഓക്കെ? ഇവന്റെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അഥവാ ഞാൻ ആ കരടിയുടെ കയ്യിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ അത് ഇവന്റെ കുറ്റമല്ല. നീ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നീ എന്തുകൊണ്ടാ മരത്തിനെ ശരിക്കും നോക്കിയില്ല? ഞാൻ വില്ലേജിന് നോക്കണോ അതോ മരങ്ങളെ നോക്കണോ? ഞാൻ വില്ലേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇതൊന്നും എനിക്ക് കേക്കണ്ട. ഇവനിപ്പോ എന്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്, അറിയാമല്ലോ. ആണോ? ഇനി ആരൊക്കെയാ നിന്റെ പ്രൊട്ടക്ഷനിലുള്ളവര്? ഞാൻ കൊടുക്കൂ. ആണോ? എവിടെയാണ് മോട്ടു? വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോൾ നിങ്ങൾ ആദ്യം പുറത്തേക്ക് എടുക്കൂ. ഇപ്പൊ നിന്റെ പ്രൊട്ടക്ഷൻകാരൊക്കെ മേൽപോട്ട് പോയത് കണ്ടില്ലേ നീ? ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനിവിടെ ഓടാൻ പോവാ. അതേ നിക്ക് മോട്ടു, ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മോട്ടു, ഇവനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ എല്ലാ പ്രശ്നത്തിൽ നിന്നും നമുക്കൊരു നല്ല കാര്യം പഠിക്കാൻ പറ്റും.
നീ അവിടെ വീഴുന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ആ കരടിയുടെ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു? ശരിയല്ലേ? നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ഞാൻ ശരിക്കും ചിന്തിച്ചില്ല കേട്ടോ. ശരി പോൾ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഞാനെന്താ പറയണെന്ന് വെച്ചാ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ അല്ലേ? അതെ, പ്രോബ്ലം സോൾവ്. ഇനി നമുക്ക് പോവാം. എങ്കി വാ. ദേ നോക്കിയാ മോട്ടു, ഇനി നീ വണ്ടിയിൽ ഉറങ്ങാൻ പാടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.